രാമനോടേറ്റ ആദ്യ പരാജയം രാവണനെ വല്ലാതെ തളർത്തി. തന്റെ അഹങ്കാരത്തിന് ഏറ്റ ആ വലിയ മുറിവ് ലങ്കാധിപനെ ചിന്തിപ്പിച്ചു. ഇനി ഒരേയൊരു വഴിയേ ഉള്ളൂ. 6 മാസത്തെ ഗാഢനിദ്രയിലാണ്ട തന്റെ സഹോദരൻ അജയ്യനായ കുംഭകർണനെ ഉണർത്തുക. രാവണന്റെ കൽപ്പന പ്രകാരം ആയിരക്കണക്കിന് ഭടന്മാർ കുംഭകർണന്റെ ഗുഹയിലെത്തി. ചെണ്ടകൊട്ടിയും കാഹളം മുഴക്കിയും വലിയ ആനകളെക്കൊണ്ട് ചവിട്ടിച്ചും ഒടുവിൽ അവർ ആ ഭീകരരൂപിയെ ഉണർത്തി. ഉണർന്നെണീറ്റ കുംഭകർണൻ വിവരങ്ങളറിഞ്ഞ് രാവണന്റെ സഭയിലെത്തി. രാവണന്റെ അധർമ്മത്തെ കുംഭകർണൻ അവിടെ വച്ച് ചോദ്യം ചെയ്തു. സീതയെ അപഹരിച്ചത് തെറ്റാണെന്നും അത് ലങ്കയുടെ നാശത്തിന് കാരണമാകുമെന്നും അവൻ രാവണനെ ഉപദേശിച്ചു. എന്നാൽ സഹോദരന്റെ സങ്കടം കണ്ട് തന്റെ ജ്യേഷ്ഠൻ വേണ്ടി യുദ്ധത്തിനിറങ്ങാൻ കുംഭകർണൻ തീരുമാനിച്ചു. വാനരപ്പടയെ ഒന്നടങ്കം വിഴുങ്ങാൻ പോന്ന രൂപവുമായി കുംഭകർണൻ യുദ്ധക്കളത്തിലേക്ക് കാലെടുത്തുവെച്ചു. ഹനുമാനും സുഗ്രീവനും പോലും ആ ഭീമാകാരൻ മുന്നിൽ പകച്ചുപോയി. ഒടുവിൽ ലക്ഷ്മണന്റെയും വാനരപ്പടയുടെയും സഹായത്തോടെ ശ്രീരാമൻ ആ അതികായനെ നേരിട്ടു. കഠിനമായ പോരാട്ടത്തിനൊടുവിൽ രാമന്റെ അസ്ത്രങ്ങളാൽ കുംഭകർണൻ വീരമൃത്യു വരിച്ചു.